ഇയാളെ കണ്ണിന്റെ അസുഖമൊക്കെ മാറിയോളോ ഇതിനാണ്ട പിള്ളേ? മാറിയേ. ഇപ്പൊ ദഹനത്തിനൊക്കെ പോകുന്നുണ്ടോ? ഓ, ഞാനും 2 പിള്ളേരും കൂടാ പോകുന്നത്. അല്ല, നമ്മുടെ ഒട്ടത്തിലൊരു ചെറിയ ദഹനം ഉണ്ടായിരുന്നു, ഒരു അടിയന്തരം. അതൊന്നിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചതാ. പിന്നെ ഇയാളെ രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? ഒന്നും കഴിച്ചില്ലേ? എന്നാ അങ്ങോട്ട് ചെന്ന് വല്ലതും കഴിച്ചേച്ചു വാ, പറയാം. ഓ, പെമ്പിള്ളേര് കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്കുക. തത്തയും കളിപ്പിച്ചോണ്ടിരുന്നാ മതി. കൊച്ചു കുഞ്ഞാണെന്നാ വിചാരം. നിനക്ക് എന്നെ കല്യാണം കഴിക്കാം ഒപ്പുകുട്ട? എന്താ ഇവിടെ പതിവില്ലാതെ? വെറുതെ ക്യാൻറ്റീനിലേക്ക് വരുന്നോ? ഇല്ല, താൻ പോകും. ഞാൻ നന്ദിനിക്കുട്ടിയെ കാത്തു നിൽക്കുകയായിരുന്നു. എന്തിന്? അഭിനന്ദിക്കാൻ. നന്ദിനിക്കുട്ടി ഇത്ര നന്നായി പ്രസംഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നന്ദിനിക്കുട്ടിയുടെ അച്ഛൻ ഇവിടുത്തെ മലയാളം പ്രൊഫസറായിരുന്നില്ലേ? അതെ. എന്റെ ചേട്ടനെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ വെറുതെ പ്രസംഗിച്ച എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗം. ഞാൻ പോട്ടെ. അല്ല, എന്നും ലൈബ്രറി വരൂ? എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റേ ഇല്ല. നാളെ മുതൽ ഞാനും ലൈബ്രറി വരാം. കുറച്ച് വായിച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പതംഗമേ വരൂ, യുഗസഹസ്രങ്ങൾ പറന്നു പിന്നിട്ട വിഹംഗമേ വരൂ. എഴുതൂ. നീ എഴുതുന്നില്ലയോ? ഞാനൊരു കാര്യം നേരത്തെ ചോദിച്ചു, അതിന്റെ സമാധാനം അറിഞ്ഞിട്ടേ ഉള്ളു എഴുത്ത്. എന്ത് കാര്യം? പെണ്ണിന്റെ കാര്യം എന്ത് തീരുമാനിച്ചു? അവൾ MA വരെ പഠിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ പഠിക്കണ്ടെന്ന എന്റെ തീരുമാനം. ദേ, മോഹന്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ആലോചിക്കാൻ അവൻ ആരുമില്ല. നമ്മൾ വേണം മുൻകൈ എടുക്കാൻ. ഇപ്പൊ ഞാനെന്താ വേണ്ടത്? വിവാഹത്തിന് സമ്മതമാണോ എന്ന് പറയണം. എനിക്ക് സമ്മതമാ, പക്ഷെ അവളോട് സമ്മതിച്ചാലേ ഞാൻ സമ്മതിക്കൂ. അവളുടെ സമ്മതം ഞാൻ ഇപ്പൊ വാങ്ങിക്കാം. മോളെ, ഇന്നത്തെ കാലത്ത് കല്യാണക്കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടും പറയുന്നതുകൊണ്ടും യാതൊരു തകരാറുമില്ല. നിന്റെ കല്യാണം ഉടനെ നടത്തണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നിന്റെ സമ്മതം വാങ്ങിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. എന്താ, നിനക്ക് സമ്മതമല്ലേ? നിനക്ക് മോഹന് ഇഷ്ടമല്ലേ? എന്തെങ്കിലും ഒന്ന് പറ. നിനക്ക് മോഹന് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷേ എന്തോന്ന് പക്ഷേ? എനിക്ക് മോഹനേട്ടന് ഇഷ്ടമാണമ്മേ. പക്ഷേ എന്തായി? അവൾക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇഷ്ടമാണ് പക്ഷേന്ന്. എന്നുവെച്ചാൽ സാഹിത്യം വരച്ചു കുടിക്കുന്ന ഭാഷ അച്ഛനല്ലേ അറിയാവൂ, എനിക്കറിയാവോ? ഇഷ്ടമാണ് പക്ഷേ അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? വിവാഹം സമ്മതമാണ്, പക്ഷെ അല്പം കൂടി കഴിഞ്ഞിട്ട് മതി. MA കഴിഞ്ഞിട്ട് മതി എന്നർത്ഥം. ഒരു MA കൊണ്ട് എന്തിനു നിർത്തുന്നത്? ഒരു 4 MA ഇരുന്നോട്ടെ. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഒരമ്മയുടെ വിഷമം പ്രസവിച്ചവർക്കല്ലേ അറിയൂ. അതിന് നീ കിടന്ന് വിഷമിക്കുന്ന എന്തിനാ ശാരി? ഞാൻ അവളെ നല്ല നിലയിൽ തന്നെ കെട്ടിച്ചയക്കും. അത് നീ ധൃതി പിടിച്ചോണ്ടായില്ല. നീ അപ്പുറത്ത് പോയി വല്ല ജോലി ഉണ്ടോ എന്ന് നോക്ക്. ഞാൻ ആ പുസ്തകം മുഴുവൻ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർത്തു. പക്ഷെ അതിന്റെ അന്ത്യം അത്ര നന്നായെന്ന് തോന്നിയില്ല. രജനിയുടെ എല്ലാ പുസ്തകങ്ങളും അങ്ങനെയാണ്. ലത ഈയിടെ കാണുന്നേയില്ലല്ലോ. അവളിന് കോളേജിൽ വരുന്നില്ല. എന്താ കാര്യം? അവളുടെ വിവാഹം നിശ്ചയിച്ചു 18-ാം തീയതി. ഓ, ലത മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. ബോംബെയിലോ മറ്റോ ഒരാൾ. ബോംബെയിലല്ല, ബീഹാർ. അതെ, ബീഹാർ. നന്ദിനിക്കുട്ടി കല്യാണത്തെ പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ലേ? അതോ ലതയെ പോലെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരൂ. ഡാഡിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ബിസിനസ്സുകാരെ ഞാനാ നോക്കുന്നത്. ഞാൻ പറഞ്ഞ പുസ്തകം തരാൻ മറക്കരുത്.
ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. ലതയുടെ മാരേജ് ഒക്കെ ഗംഭീരമായിരുന്നു. ഞാനിന്ന് ബോംബെയിലായിരുന്നേ. എന്റെ ആശംസകൾ അറിയിച്ചേക്കണേ. ഇപ്പൊ തിരക്കുണ്ടോ? എന്തു വേണം? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ പറഞ്ഞോളാം. നാളെ ഉച്ചയ്ക്ക് ലൈബ്രറിയുടെ പുറത്തൊന്ന് വെയിറ്റ് ചെയ്യാമോ? ഓ യെസ്. ആ വരണം വരണം മധുവരന്മാരെ. അമ്മാവിനെ അറിയാലോ. അറിഞ്ഞില്ലെങ്കിൽ അറിയാനല്ലേ വരുന്നത്. കല്യാണത്തിന്റെ അന്ന് കണ്ടില്ലേ? ആ കല്യാണത്തിനൊന്ന് ഒരുപക്ഷെ കണ്ടാൽ തന്നെ ആ ബഹളത്തിനിടയ്ക്ക് വല്ല വെള്ളം കോരുകാരനോ വിറക് വെട്ടുകാരനോ പാചകക്കാരനോ ഒക്കെ ആണെന്ന് ധരിച്ചു കാണും. ഇരിക്കും. ഞാൻ അപ്പച്ചി കണ്ടിട്ട് ആ ഈ ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം വളരെ മനസ്സിരുത്തി വായിക്കണം. അപ്പച്ചി ഇതേ കണ്ണൂരിന്ന് നോക്കി ഒരു കല്യാണ പെണ്ണ് വന്നിരിക്കുന്നു. മോളെ നീ എപ്പോ എത്തി? ഞാൻ മാത്രമല്ല, കൂടെ ചേട്ടനും വന്നിട്ടുണ്ട്. മോളെ ഞാനിപ്പോ എന്താ ഉണ്ടാക്കുന്നത്? വരുന്ന വിവരത്തിന് ഇങ്ങനെ കാര്യം നീ പറഞ്ഞു വയ്ക്കാൻ മേലായിരുന്നു. അതുകൊണ്ടൊന്നും അപ്പച്ചി വിഷമിക്കണ്ട. എന്റെ ഭർത്താവ് തീരെ ഉപദ്രവകാരിയല്ല. ഒരു ഗ്ലാസ് നല്ല ചായ കൊടുത്താൽ ഷീസ് ഹാപ്പി. ആ എന്നാ ഞാൻ ചായ ഇടാം. നന്ദിനിക്കുട്ടി എവിടെ? അവള് മുറി കാണും. മോളെ നീ അവളെ നല്ലോണം ഒന്ന് ഉപദേശിക്കണം. ഞാൻ കല്യാണം കഴിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവൾ താനെ കല്യാണം വേണമെന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അവളുടെ കല്യാണം നടന്നിരിക്കും. അതിനവളെ സമ്മതിച്ചിട്ട് വേണ്ടേ? അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കാം പറ്റി. അച്ഛൻ വിളിക്കുന്നു, ചായക്ക് സമയമായി. അയ്യോ എനിക്ക് വയ്യ. നിന്റെ ഭർത്താവ് എങ്ങനെയുണ്ട്? എല്ലാം എന്റെ കാര്യമാ, പക്ഷെ ഭയങ്കര മടിയനാ. എന്നും യാത്ര പോകുന്നത് ഇഷ്ടമല്ല. ആട്ടെ അപ്പൊ നീ എന്നാ ഇവിടുന്ന് പോകുന്നത്? നാളെ. അതല്ലേ ഇന്ന് വന്നത്? ചേട്ടന് ലീവ് കൂടുതലുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. ഇന്ന് കമ്പി വന്നു. ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞ് പോവാതിരിക്കാൻ പറ്റൂ? മേച്ചോടും ദേശോടും നീ തന്നെ അന്വേഷണം പറയണേ. ഞാൻ പറയാം. നിന്റെ ചേട്ടനെവിടെ? അമ്മാവനിപ്പോ കവിത വായിച്ച് കൊല്ലുന്നുണ്ടായിരിക്കും. ഞാൻ ചെന്നിട്ട് എഴുതാം. വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഇപ്പൊ അത്ര ഓസിന് വിശേഷമൊന്നും അറിയണ്ട. അറിയണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിലേ ഒന്ന് കല്യാണം കഴിക്കാൻ നോക്ക്. കാത്തു നിന്ന് മുഷിയോ അല്ലേ? സാരമില്ല. ഞാനൊരു കാര്യം പറയാനാ കാണണമെന്ന് പറഞ്ഞത്. എന്താ കാര്യം? പറയൂ. ഞാൻ ചന്ദ്രനെ സ്നേഹിക്കുന്നു. എനിക്ക് ചന്ദ്രനെ ഇഷ്ടമാണ്. സത്യമാണേ പറയുന്നു. വീട്ടിൽ വിവാഹം കഴിക്കാനായി അച്ഛനും അമ്മയും എന്നെ നിർബന്ധിക്കുകയാണ്. ചന്ദ്രൻ എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ താമസിച്ചോ? ബെല്ലടിച്ചിട്ട് നോട്ട്സ് എഴുതിത്തരുന്നില്ല. എന്താ വല്ലാതെ ഉയർത്തിരിക്കുന്നു? ഒന്നുമില്ല, വരൂ. ഇപ്പോഴത്തെ യൂണിയൻ ചെയർമാൻ ചന്ദ്രന്റെ ഫ്രണ്ട് അല്ലേ? അതെ. ചന്ദ്രൻ ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ? നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞാൽ കേൾക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിയൻ ഉദ്ഘാടനത്തിന് രജനിയെ കൊണ്ടുവന്ന് ഒന്ന് പ്രസംഗിപ്പിക്കാമോ? ഓയസ് എന്ന് മാത്രമല്ല കൊണ്ടുവരിപ്പിക്കുകയും ചെയ്യാം. എന്താ പോരെ? അല്ല, നന്ദിനിക്കുട്ടിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇതായിരുന്നു. അതാ എന്റെ വീടിനടുത്തുള്ള കുട്ടി പോന്നു. ഞാനും പോട്ടെ.